പത്തനംതിട്ട ജില്ലയിലെ സെന്റ് മേരീസ് വുമൻസ് കോളേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കും എന്താ കാര്യമെന്ന്. വേറൊന്നുമല്ല, എൻ്റെ 5 വർഷത്തെ പഠനം ഞാൻ ഈ കോളേജിലാണ് പൂർത്തിയാക്കിയത്. എൻ്റെ സെന്റ് മേരീസ് എന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ എൻ്റെ 5 വർഷത്തെ കലാലയ ജീവിതം ഞാൻ വളരെ ഭംഗിയായിട്ടും മനോഹരമായിട്ടും ആസ്വദിച്ച് തീർത്തൊരു സ്ഥലം കൂടിയാണ് ഈ സെന്റ് മേരീസ്. എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഈ കോളേജിനെ പറ്റി പറയാനുണ്ട്, ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. എന്നെ ഞാനാക്കി തീർത്ത ഒരിടത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇതൊക്കെയാണ്, നമുക്ക് കാണാം. അപ്പോൾ ഇത് സിനി മിസ്, ഇത് സ്മിത മിസ്. ഇവർ രണ്ടുപേരും എന്നെ പഠിപ്പിച്ച 5 വർഷം ഇവർ രണ്ടുപേരും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ട എൻ്റെ ഈ 2 മിസ്സുമാരും എൻ്റെ ഫേവറേറ്റ് ആണ്. ഇപ്പൊ ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്ന എൻ്റെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. അവിടെ നമുക്ക് HOD മിസ്സിനെയൊക്കെ പരിചയപ്പെടാനായിട്ടുണ്ട്. നമുക്കപ്പോൾ അങ്ങോട്ട് പോകാവേ. അപ്പൊ ഞാൻ ഇതാണ് പറഞ്ഞത്, എൻ്റെ കൊമേഴ്സ് ബ്ലോക്കാണ്. കഴിഞ്ഞ 5 വർഷം വളരെ ഭംഗിയായി എൻ്റെ പഠനകാലം പൂർത്തിയാക്കിയത് ഈ ഒരു ബ്ലോക്കിലാണ്. അപ്പൊ നമ്മൾ നമ്മുടെ HOD മിസ്സിനെ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊമേഴ്സ് ബ്ലോക്കിന്റെ HOD മിസ് സീന മിസ്. മിസ്സിനോട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാമേ, എങ്ങനെയാണ് മിസ്സിന്റെ എക്സ്പീരിയൻസ്, ഈ ഒരു കോളേജിനെ പറ്റിയിട്ടുള്ള മിസ്സിന്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ. മിസ്സേ, നമ്മുടെ സെന്റ് മേരീസിനെ പറ്റി മിസ്സിന് എന്താ പറയാനുള്ളത്? എൻ്റെ പേര് സീന വർഗീസ്. ഞാൻ കഴിഞ്ഞ 21 വർഷമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോമേഴ്സിൽ HOD ആയിട്ട് വർക്ക് ചെയ്യുന്നു. 2004 ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത്. അന്ന് 6 സ്റ്റുഡൻസുമായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ അത് വർദ്ധിച്ച് 2 ബാച്ചായി. BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, ദെൻ MCom BBA എല്ലാമായി ഏകദേശം ഒരു 650 സ്റ്റുഡൻസ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു. 2004 6 കുട്ടികൾ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മുടെ ഈ കോളേജ്. അത് 650-ലേറെ സ്റ്റുഡൻസ് ആയിട്ട് ഇപ്പോഴും വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു അല്ലെ. നമ്മളുടെ കോളേജിൽ ഒരുപാട് സ്കിൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കുട്ടി ഇവിടെ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരുടെ ഗ്രാജുവേഷൻ മാത്രമല്ല നമ്മൾ നോക്കുന്നത്, മറിച്ച് അവരുടെ സ്കിൽസും കൂടെ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സെന്റ് മേരീസ് കോളേജിന്റെ സയൻസ് ബ്ലോക്കിലാണ്. ഈ ബ്ലോക്കിൽ തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സാറിന്റെ റൂം. അപ്പൊ നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം. അപ്പൊ നമ്മൾ സെന്റ് മേരീസ് കോളേജിന്റെ പ്രിൻസിപ്പൽ സാറിനെ കാണാൻ പോവാ. ഡോക്ടർ മനൂമൻ എന്നാണ് സാറിന്റെ പേര്. നമുക്ക് സാറിന്റെ ഓഫീസിലോട്ട് പോകാം. മേ ഐ കമിങ് സർ? യെസ്, കം ഇൻ. ഇതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന നമ്മുടെ സെന്റ് മേരീസ് കോളേജിന്റെ പ്രിൻസിപ്പൽ സാറായ ഡോക്ടർ മനൂമൻ സാറേ. നമസ്കാരം, ഞാൻ ഡോക്ടർ മനൂമൻ, തിരുവല്ല സെന്റ് മേരീസ് കോളേജ് ഫോർ വിമൻ്റെ പ്രിൻസിപ്പൽ. ഈ കോളേജ് 2002 സ്ഥാപിതമായി. ഈ കോളേജിൻ്റെ സ്ഥാപകൻ ഡോക്ടർ PT ഏബ്രഹാം ബേബി സാർ മുളമൂട്ടിലാണ്. 6 ബിരുദ പ്രോഗ്രാമുകളും 6 ബിരുദാനന്തര പ്രോഗ്രാമുകളുമാണ് ഈ കോളേജിന് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കായി ഓഫർ ചെയ്യുന്നത്. ഈ കോഴ്സുകളെല്ലാം തന്നെ വനിതകൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനും നൈപുണ്യ വികസനത്തിനും ഉതകുന്നതായ കോഴ്സുകളാണ്. പഠനത്തോടൊപ്പം തന്നെ നൈപുണ്യ വികസനത്തിനും അതേപോലെ തന്നെ വ്യക്തിഗത വികസനത്തിനും ഗവേഷണ വികസനത്തിനുമുള്ള പ്രോഗ്രാമുകൾ ഈ കോളേജ് നൽകുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളായ ASAP, കേരള നോളജ് മിഷൻ, രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി, അതേപോലെ തന്നെ CIIFT, CMFRA എന്നീ സ്ഥാപനങ്ങളുമായി ചേർന്ന് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമുകളും അതേപോലെ തന്നെ പ്രോജക്റ്റ് വർക്കുകളും സ്കിൽ ട്രെയിനിങ്ങുകളും ഒക്കെ നൽകുന്നു. കോളേജിൽ വിവിധ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ക്ലബ്ബുകളുടെ EDP ക്ലബ്ബ് അതിലൊരു പ്രത്യേകത ഉള്ള ക്ലബ്ബാണ്. അതോടൊപ്പം തന്നെ പിന്നെ കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിനായിട്ടുള്ള ക്ലബ്ബുകളുണ്ട്. അവയുടെ എല്ലാം സഹകരണത്തോടുകൂടി എക്സിബിഷൻസും സെമിനാറുകളും അതേപോലെ തന്നെ നൈപുണ്യ വികസനത്തിലുള്ള സ്കിൽ കോഴ്സസും ആഡ് ഓൺ കോഴ്സസും ഒക്കെ കോളേജ് വിദ്യാർത്ഥികൾക്കായി നൽകുന്നുണ്ട്. നമുക്ക് സെന്റ് മേരീസിന്റെ ഓരോ ക്ലാസ് റൂം ഒന്ന് പരിചയപ്പെട്ടാലോ? ദാ നോക്കി, പിള്ളേർ പഠിക്കുന്നു, ടീച്ചർ പഠിപ്പിക്കുന്നു. ആ കാഴ്ചകളാ ഒന്ന് കണ്ടു നോക്കി. ഓക്കെ, അപ്പം നമുക്ക് ടൈപ്സ് ഓഫ് ബാക്ടീരിയ ഏതൊക്കെയാണെന്ന് നോക്കാം. ദർ ആർ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ ഷേപ്പ്. ബാക്ടീരിയ നമുക്ക് ഷേപ്പിന്റെ ബേസിസിൽ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓൾ ഇൻ ഓൾ ദർ ആർ സെവറൽ വേരിയേഷൻസ് വിത്തിൻ എവറി ഷേപ്പ് ഗ്രൂപ്പ്. ഓരോ ഷേപ്പ് ഗ്രൂപ്പിലും നമുക്ക് ക്ലാസിഫൈ ചെയ്ത് വെക്കാൻ പറ്റിയ പല ടൈപ്പ് ഓർഗാനിസംസ് ഉണ്ട്. നമ്മളൊരു ക്ലാസ് റൂം പരിചയപ്പെട്ടു. ഇനി നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ലാബ് ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് കാണണ്ടേ? ഇതാണ് നമ്മുടെ ലാബ്, സയൻസ് ലാബാണ്. ഒരു ലാബാണ്. ഇവിടെ നമുക്ക് 3 ലാബുണ്ട്. ഒന്ന് കാണിച്ചു കൊടുത്തേ അവരെ. മിസ്സേ, നമുക്ക് ഈ ഒരു ലാബ് ഫെസിലിറ്റി മാത്രമേ ഉള്ളൂ നമ്മുടെ സെന്റ് മേരീസിൽ? അല്ല, നമുക്ക് 2 ലാബ് ഇവിടെ വേറെ ഉണ്ട്. മൈക്രോബയോളജി ലാബും ബയോകെമിസ്ട്രി ലാബും ഉണ്ട്. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബയോടെക്നോളജി ലാബാണ്. കുട്ടികൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. മിസ്സേ, നമ്മുടെ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്പെരിമെന്റ് എന്തുവാ? നമ്മളിവിടെ ഇപ്പം മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു
ടെസ്റ്റാണ് ആക്ച്വലി ഇത്. MPN എന്ന് പറയും ഈ ടെസ്റ്റ്. ആക്ച്വലി വാട്ടറിനകത്ത് കോളിഫോം ബാക്ടീരിയ ഉണ്ടോ അതിൻ്റെ പ്രസൻസ് ഒക്കെ നോക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഇതിപ്പോൾ നമ്മൾ 3 സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ട്, റിവർ, സ്ട്രീം, വെല്ല്. അപ്പോൾ അതിൽ നിന്ന് അവരത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ മൈക്രോബയോളജിയുടെ ലാബാണ്. ഇവിടെയും കുട്ടികൾ ഇതാണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എക്സ്പെരിമെന്റ് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മിസ്സാണ് ഇവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ മിസ് എന്താണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുവേ. മിസ്സേ, എന്താ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവരിപ്പോൾ ചെയ്യുന്നത് ഐസൊലേഷൻ ടെക്നിക്സ് ആണ്. ഐസൊലേഷൻ കഴിഞ്ഞ് അവർ സ്ട്രീക്കിംഗ് ആണ് ചെയ്യുന്നത്. മെയിനായിട്ട് പ്ലേറ്റ്സിലോട്ടും ട്യൂബ്സിലോട്ടും സ്ട്രീക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സെന്റ് മേരീസിന് മൊത്തം 5 സയൻസ് ലാബാണ് ഉള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബയോകെമിസ്ട്രി ലാബിലാണ്. ഇവിടെയാണ് പിള്ളേർ എക്സ്പെരിമെന്റും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിസ്, ഇതിന്റെ അകത്തെ റൂമിലേക്ക് നമ്മൾ എങ്ങനെയായിരുന്നു? നമ്മളിവിടെ എസ്റ്റിമേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് റീഡിംഗ് എല്ലാം എടുക്കുന്ന അകത്താണ്. അകത്താണ്. അപ്പൊ നമുക്ക് അതൊന്ന് കാണാം. അപ്പൊ ഇതാണ് ഇൻസ്ട്രുമെന്റേഷൻ റൂം. അപ്പോൾ ഇവിടെ മിസ് ഒരു എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാനായിട്ട് പറ്റും. എന്താ മിസ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് നമ്മൾ എൻസൈമാറ്റിക് റിയാക്ഷൻസ് ചെയ്യുന്ന pH മീറ്റർ ആണ്. ഇവിടെ കൂടുതലും നമ്മൾ ബഫേഴ്സിന്റെ pH ആണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സെന്റ് മേരീസിന് മൊത്തം 5 ലാബാണുള്ളത്. ഈ 5ാമത്തെ ലാബിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഒരുപാട് ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആക്കുന്നുണ്ട്. ഇനി നമുക്ക് ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നമ്മുടെ സെന്റ് മേരീസ് കോളേജിന്റെ ലാബാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയം ഏതാണ്ട് 30 കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യം നമ്മുടെ സെന്റ് മേരീസ് കോളേജിന്റെ ലാബിലുണ്ട്. നമ്മുടെ കുട്ടികളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ സെന്റ് മേരീസ് കുറേ അധികം പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് ഈ മിസ്സിനോടൊന്ന് ചോദിക്കാമേ. മിസ്സേ, നമ്മുടെ കോളേജ് എന്തൊക്കെയായിരുന്നു പ്രൊവൈഡ് ചെയ്യുന്നത്? അസാപ്പിൻ്റെ സ്കിൽ സെൻ്റർ ആണ്. പിന്നെ നോളജ് എക്കോണമി മിഷൻ്റെ കോഴ്സസും ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലമാണ് നമ്മളുടെ കോളേജിന്റെ ലൈബ്രറി. എനിക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരിടം കൂടിയാണ് ഈ ലൈബ്രറി. എൻ്റെ വായനാശീലത്തെ വളർത്തിയെടുക്കുകയും ഒരുപാട് അറിവുകൾ സമ്മാനിക്കുകയും ചെയ്ത ഒരിടമാണ് ഈ ലൈബ്രറി എന്ന് പറയുന്നത്. എൻ്റെ ഡിഗ്രി മുതൽ 5 വർഷക്കാലം ഞാനിവിടെ പഠിച്ചു. MCOM ഞാൻ ഇവിടെ തന്നെയായിരുന്നു പഠിച്ചത്. ആ 5 വർഷക്കാലത്തിനിടയ്ക്ക് എനിക്ക് ഒരുപാട് അറിവുകൾ സമ്മാനിച്ച ബുക്കുകളുടെ ഒരു ശേഖരം തന്നെയാണ് നിങ്ങൾ ഈ കാണുന്ന ലൈബ്രറിയിലുള്ളിൽ ഇരിക്കുന്നത്.